ഒറ്റ രാത്രി കൊണ്ട് ഒരു വീടിന്റെ നാഥൻ ഓർമ്മയായി മാറി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരൺജിത്തിനും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന യോഗേഷിനും ഇനി അച്ഛനില്ല. 10 ലക്ഷം രൂപയാണ് സുരേഷ് കുമാറിന്റെ ജീവന്റെ നഷ്ടമായി സർക്കാർ കണക്കാക്കിയത്. പ്രതിഷേധങ്ങളെ ഭയന്ന് വനം വകുപ്പ് ആ തുക രാവിലെ തന്നെ കൈമാറി. இந்த சாவுதான் இந்த ஆளுகதான் கடைசியா இருக்கணும். எனக்கு நீங்க என்ன ஆக்ஷன் எடுக்க போறீங்கன்னு தெரியாது. இன்னைக்கு 10 லட்சம் ரூபாய் கொடுத்துட்டீங்க, ரொம்ப சந்தோஷம். ஆனா அவனுக்கு 2 பையன் இருக்கிறான். அந்த பையன் அப்பா செத்தது கூட அந்த பையனுக்கு தெரியல. அப்பா എങ്ങനെ കേട്ടാ ഉള്ള പടുത്തിരിക്കുന്നു சொல்றான். മൂന്നാറിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തെ തടയാൻ യാതൊരു ഉപായവും മുന്നോട്ട് വയ്ക്കാതെയാണ് സർവകക്ഷി യോഗം പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചത്. പതിവ് പോലെ ആവശ്യങ്ങൾ ശുപാർശകളായി മാറി. പടയപ്പ അടക്കമുള്ള കാട്ടാനകളെ പ്രദേശത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP നിരാഹാര സമരം തുടങ്ങി. നഷ്ടപരിഹാരം വിതരണം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെതായ തരത്തിൽ അക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തി എന്നതുകൊണ്ട് മാത്രം വെച്ചൊഴിഞ്ഞു പോകുന്ന ആ ഒരു സമീപനം, ആ അലംഭാവത്തോടു കൂടിയ സമീപനമാണ് വീണ്ടും വീണ്ടും മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂന്നാറിൽ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്തും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. നഷ്ടപരിഹാരം കൊണ്ടും സർക്കാർ ജോലി കൊണ്ടൊന്നും നികത്താൻ കഴിയുന്നതല്ല സുരേഷിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം. ഇനി മലയോര മേഖലയിൽ ഒരു ജീവൻ പോലും വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് സ്വീകരിക്കേണ്ടത്. അതിന് ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.